നമസ്കാരം. ഇറാന് നേരെ സംയുക്ത ആക്രമണം നടത്തി അമേരിക്കയും ഇസ്രയേലും. ശനിയാഴ്ച രാവിലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ പലയിടത്തു നിന്നും സ്ഫോടന ശബ്ദം കേട്ടതായും കനത്ത പുക ഉയർന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട് US-ഇറാൻ ബന്ധം അത്യന്തം വഷളായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നിലവിലെ സംഭവ വികാസങ്ങളെന്നും ശ്രദ്ധേയമാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ലോകത്തെ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ ഒന്നടക്കം വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖലി ഖമേനിയുടെ ഓഫീസിന് തൊട്ടടുത്താണ് സ്ഫോടനം നടന്നത്. നഗരത്തിൽ ഖമേനിയുടെ ഓഫീസിന് സമീപത്ത് നിന്നും പുകപടലങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ്, ജൊഹൂരി തുടങ്ങിയിടങ്ങളിൽ നിരവധി മിസൈലുകൾ പതിച്ചുവെന്നാണ് വിവരം. പാസ്റ്റൂർ സ്ട്രീറ്റിന് സമീപത്ത് നിന്ന് കനത്ത പുക ഉയരുന്നതായും വിവരമുണ്ട്. ഇറാന്റെ പ്രസിഡൻഷ്യൽ കെട്ടിട സമുച്ചയത്തിന് നേർക്കും ആക്രമണമുണ്ടായി. ഇറാന്റെ പരമാധികാരി അയത്തുള്ള ഖമേനിയെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇറാൻ ഉയർത്തുന്ന ഭീഷണികൾ ഇല്ലാതാക്കാനാണ് ആക്രമണം ആരംഭിച്ചതെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ നേർക്ക് മിസൈലുകൾ വന്ന് പതിക്കാനുള്ള സാധ്യത മുൻനിർത്തി സൈറനുകൾ മുഴക്കിയതായും സൈന്യം അറിയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഒത്തുചേരലുകൾ തുടങ്ങിയവയ്ക്ക് തൽക്കാലത്തേക്ക് സൈന്യം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം ആവശ്യ സേവനങ്ങൾ, അതായത് അത്യാവശ്യ ഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇറാനെതിരായ സൈനിക നടപടി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും വിശാലമായ പ്രാദേശിക സംഘർഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും രാജ്യവ്യാപകമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഇറാനെതിരായ സൈനിക നടപടി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും വിശാലമായ രീതിയിൽ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കവും ഇറാന്റെ ഭാഗത്തുനിന്നുമുണ്ട്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായും ഇസ്രയേൽ ഉടനീളം വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങിയതായും ലെബനുമായുള്ള വടക്കൻ അതിർത്തിയിൽ സൈനിക ജാഗ്രത വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്നാണ് ശനിയാഴ്ച രാവിലെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഈ പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തുടനീളമുള്ള അനിവാര്യമല്ലാത്ത ജോലികളെല്ലാം തന്നെ നിർത്തിവെക്കാൻ ഒരു ഔദ്യോഗികമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. മിസൈൽ ഭീഷണികൾ ഉണ്ടായാൽ സംരക്ഷിത ഷെൽട്ടറുകളുടെ സമീപത്ത് താമസിക്കുന്നത് ഉൾപ്പെടെ ഹോം ഫ്രണ്ട് കമാൻഡിന്റെ ഔദ്യോഗിക ചാനലുകളുടെയും ആപ്പുകളിലൂടെയും പുറത്തിറങ്ങിയ സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനിയൻ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ പ്രത്യാക്രമണ സാധ്യതകൾക്കായി സാധാരണക്കാരെ സജ്ജമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു മുൻകരുതൽ മുന്നറിയിപ്പ് ഇസ്രയേൽ പ്രതിരോധ സേന വിശേഷിപ്പിച്ചതിനെ തുടർന്നാണ് ശനിയാഴ്ച രാവിലെ രാജ്യവ്യാപകമായി സൈറനുകൾ മുഴങ്ങിയത്.